മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതി ടീച്ചറാണ്, മലയാളമാണ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് എന്ന് വിചാരിക്കണോ? ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞു, അതിൻ്റെ പേപ്പറൊക്കെ കിട്ടി അല്ലേ? LSSന്റെ സെലക്ഷനിലൊക്കെ സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ നടന്നു തുടങ്ങുന്നു. ചിലരെ ഓണപരീക്ഷയുടെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ LSSന് വേണ്ടി തിരഞ്ഞെടുക്കുന്നു അല്ലേ? എന്താണടാ LSS എന്ന് നിങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ LSSന്റെ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് ടീച്ചർ എന്ന് വിചാരിച്ചു. ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാം എന്നാണ് LSSന്റെ ഫുൾ ഫോം. അപ്പോൾ LSS എഴുതുന്ന എല്ലാവരും ഇതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കുക. അത് പരീക്ഷയ്ക്ക് വരില്ല, പക്ഷേ നിങ്ങൾ എന്ത് പരീക്ഷയാണ് എഴുതുന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ LSS ആ. അപ്പോൾ അവർ ചോദിക്കൂ, എന്താ ഈ LSS? അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പറഞ്ഞു കൊടുക്കാം. ലോവർ, നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാം. സ്കോളർഷിപ്പ് എക്സാം ഒക്കെ ആണല്ലേ എഴുതുന്നത് എന്ന് ചോദിക്കും. സ്കോളർഷിപ്പ് എക്സാം ആദ്യമായിട്ടായിരിക്കില്ലേ നിങ്ങൾ എഴുതുന്നത്? കാരണം 4ാം ക്ലാസ്സിൽ നിന്നാണ് ആദ്യമായിട്ട് നിങ്ങളൊരു പബ്ലിക് എക്സാമിന് അല്ലേ സ്കോളർഷിപ്പ്, അത് പൊതുവായിട്ടുള്ളൊരു പരീക്ഷയാണ്. കേരളത്തിലെ മുഴുവൻ കുട്ടികളും ഒരേ സമയം പരീക്ഷ എഴുതുന്ന അല്ലേ ഒരു സ്കോളർഷിപ്പ് എക്സാം ആണിത് അല്ലേ, LSS എന്ന് പറയുന്നത്. അപ്പോൾ LSS എന്ന് പറഞ്ഞാൽ ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാം. അത് 7ാം ക്ലാസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് അപ്പർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാം ആവും USS. ഇപ്പൊ ഇത് പഠിക്കുക കേട്ടോ, ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാം. ഒന്നിനുമില്ല, നമുക്ക് പവറാക്കി ഇങ്ങനെ പറയുമ്പോൾ എന്താണ് LSS ചോദിക്കുമ്പോൾ എല്ലാവരോടും പെട്ടെന്ന് അങ്ങ് പറഞ്ഞു കൊടുക്കണം, ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാം. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. മക്കളെ, ഈ ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാമിൽ നമ്മൾ എന്താ പഠിക്കേണ്ടത്? ഇതാ, മലയാളത്തിൽ എന്തൊക്കെ പഠിക്കണം എന്ന് ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. മുഴുവൻ പാഠഭാഗങ്ങൾ നമ്മുടെ പാഠപുസ്തകം കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം, ആഴത്തിൽ പഠിക്കണം, അത് എഴുതിയവരെ കുറിച്ച് പഠിക്കണം അല്ലേ? പിന്നെയോ മലയാള പാഠഭാഗവുമായി ബന്ധപ്പെട്ട കവികൾ അല്ലേ, എഴുത്തുകാര്, അവരുടെ ജീവചരിത്രം എന്ന് പറഞ്ഞാൽ അവരുടെ ജനനം അല്ലെങ്കിൽ തൂലികാനാമം, അവരെഴുതിയ മറ്റു പുസ്തകങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കൃതികൾ അല്ലേ, അവരെഴുതിയ കൃതികള്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ചില പാഠങ്ങള് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ പാഠം എടുക്കുന്നത് വാവ ജീവനെ കാക്കുന്നു എന്നുള്ളതായിരിക്കും. അപ്പോൾ വീരാൻകുട്ടി മാഷാണ് അത് എഴുതിയിരിക്കുന്നത്. വീരാൻകുട്ടി മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരനാണ്. വീരാൻകുട്ടി മാഷിൻ്റെ മറ്റ് കവിതകളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. പിന്നെ പുരസ്കാരങ്ങൾ, ഈയിടെ പ്രഖ്യാപിച്ച നിരവധി പുരസ്കാരങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ അറിയാം. പ്രധാനപ്പെട്ട ചില വരികൾ, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം, അക്കിത്തം അച്യുതൻ നമ്പൂതിരി എഴുതിയ വരികളാണത്. അപ്പോൾ അത് ആരുടേതാണ് എന്നൊക്കെ നിങ്ങളോട് ചോദിച്ചാൽ എഴുതാൻ പറ്റണം. ഇത് പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട എഴുത്തുകാരുടെ വരികളായിരിക്കാം കൂടുതലും ചോദിക്കുക കേട്ടോ. പിന്നെ ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ച സാഹിത്യ പുരസ്കാരങ്ങളും ബഹുമതികളൊക്കെ നമ്മൾ പഠിക്കണം. എഴുത്തച്ഛൻ പുരസ്കാരം, വയലാറ് അല്ലേ, മാതൃഭൂമി പുരസ്കാരം അല്ലെ, ജ്ഞാനപീഠം കിട്ടിയതിനെ കുറിച്ച്, ഈയിടെ അന്തരിച്ച MT വാസുദേവൻ നായരുടെ എഴുത്തുകളെ കുറിച്ച്, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇന്ന് ടീച്ചർ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതാ നമ്മുടെ സൈലത്തില് എല്ലാവർക്കും അറിയാം, 4ാം ക്ലാസ്സിൽ നമ്മുടെ ബാച്ചിന്റെ പേരെന്താണ്? പ്രാണ എന്നാണ്. അതാ എൻ്റെ പ്രാണ മക്കളൊക്കെ ഇത് കാണുന്നുണ്ടാവില്ലേ? അപ്പൊ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? അവർക്ക് ഇതാ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പോൾ ഉള്ളത്. ഓണത്തിൻ്റെ ഓഫർ അങ്ങ് കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ സെപ്റ്റംബറിൽ വരെ, സെപ്റ്റംബർ കുറച്ചും കൂടെ നിങ്ങൾക്ക് നീട്ടി തന്നിട്ടുണ്ട്. എന്താണ് ഈ ഒരു ഓണം ഓഫർ? 10% ഓഫറാണ് ഇതിലുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഓണം ഓഫർ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഇതാണ് നമ്പർ 9995400800. ഈ LSSന്റെ കോച്ചിങ് അവിടെ ഫ്രീ ആണ് കേട്ടോ. അതിന് വേറെ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ അടിപൊളിയായിട്ട് പാഠങ്ങൾ ഓരോന്നും, മലയാളം മാത്രമല്ല, ചിലപ്പോൾ മലയാളം എല്ലാവർക്കും എളുപ്പമായിരിക്കും, മറ്റ് വിഷയങ്ങളൊക്കെ ക്രമത്തിൽ, പാഠഭാഗങ്ങളൊക്കെ ക്രമത്തിൽ നിങ്ങളെ പഠിപ്പിക്കും അവിടെ. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ തരികയാണ് കേട്ടോ. ഇതാണ് ചോദ്യം. താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് മലയാള കവിക്കാണ് യോജിക്കുന്നത്? ചിലരെ കുറിച്ച് നിങ്ങൾക്ക് തരും. ഞാൻ ഉദാഹരണം മാത്രം പറയുകയാണ് കേട്ടോ. ഇതാ നോക്കിക്കോളൂ. 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. ഭൂമിക്കൊരു ചരമഗീതം പ്രശസ്ത കവിതയാണ്.
കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ചു. 2007 ജ്ഞാനപീഠ പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഭൂമിക്കൊരു ചരമഗീതം. ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറയുന്നത് ഭൂമിക്കൊരു ചരമഗീതം പാടിയ കവി, ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറയുന്നത് പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ്. അതുപോലെ ജനിച്ചത് കൊല്ലം ജില്ലയിലെ ചവറയിലാണ്. കൊല്ലം ജില്ലയിലെ ചവറയിലാണ്. അപ്പോൾ ഇത് ഏത് കവിയെക്കുറിച്ചാണ്? നമുക്ക് ഇങ്ങനെ ഒരു സൂചന ഒരു കവിയെക്കുറിച്ച് തന്നു കഴിഞ്ഞാൽ നമുക്കത് എഴുതാൻ പറ്റുമോ, പറയാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഉത്തരം മറ്റാരുമല്ല, ഭൂമിക്കൊരു ചരമഗീതം കണ്ടാൽ ജ്ഞാനപീഠം ലഭിച്ച വർഷമൊന്നും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഭൂമിക്കൊരു ചരമഗീതം അത് ONV കുറുപ്പിന്റെ കവിതയാണ്. മനോഹരമായ കവിതയാണ്. ആ കൃതിയുടെ പേരും ഭൂമിക്കൊരു ചരമഗീതം എന്നുള്ളതാണ്. അപ്പോൾ ONV കുറുപ്പ് ഇത് ഇദ്ദേഹത്തിന്റെ തൂലികാനാമമാണ്. തൂലികാനാമം. അപ്പൊ ശരിക്കും ഒരു പേരുണ്ടാവുമല്ലോ അല്ലേ? തൂലികാനാമമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ഇത് എഴുതാൻ ഉപയോഗിക്കുന്ന പേരാണ് അല്ലേ? എഴുതാൻ ഉപയോഗിക്കുന്ന പേരാണ്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? എന്താണ്? ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. ഇതാണ് ONV കുറുപ്പ്. ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്ന ONV കുറുപ്പ്. മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഒരു കവിയുടെ കാര്യം മാത്രമാണ്, ഒരു എഴുത്തുകാരൻ്റെ കാര്യം മാത്രമാണ്. ഇനിയുമുണ്ട് മറ്റനേകം എഴുത്തുകാർ നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് കൂടുക, സൈലത്തിൻ്റെ ക്ലാസ്സുകൾ കാണുക. ഇത്തരം വീഡിയോസൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും. ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. ചങ്ങമ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന കവി ആരാണ്? ചങ്ങമ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന കവി ആരാണ്? ചങ്ങമ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന കവി ആരാണ്? കമന്റ് ചെയ്യുക എല്ലാവരും കേട്ടോ. അടുത്ത വീഡിയോയിൽ ടീച്ചർ തൂലികാനാമങ്ങളുമായിട്ട് വരാം അടുത്ത വീഡിയോയിൽ. അപ്പൊ നിങ്ങൾ എല്ലാവരും കാണുക. നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് LSS പഠിക്കണം. എന്ത് തന്നെയായാലും അടുത്ത ക്ലാസ്സിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം. ഇനി തൂലികാനാമങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.